എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് പിന്നാലെ UDF മുഖ്യമന്ത്രി ചർച്ചകൾ കൂടുതൽ സജീവമാക്കി നേതാക്കൾ രംഗത്തെത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശന് പിന്തുണയെന്ന നിലപാട് ആവർത്തിക്കുകയാണ് മുസ്ലിം ലീഗ്. അതേസമയം മുഖ്യമന്ത്രിയെ ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് KPCC അധ്യക്ഷൻ വ്യക്തമാക്കി. 4-ാം തീയതി UDFന്റെ ദിവസമായിരിക്കുമെന്നും CPIM അധികാരത്തിന് പുറത്തേക്കുള്ള വഴിയിലാണെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. അതേസമയം VD സതീശനെതിരെ കോൺഗ്രസിൽ ഐക്യ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നതായി വിമല ബിനു വെളിപ്പെടുത്തി. സതീശനെതിരെ ഇന്നും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ച ജനാധിപത്യ വ്യവസ്ഥയോടുള്ള വെല്ലുവിളിയെന്ന് LDF വിമർശിച്ചു. എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ വെളിച്ചം കണ്ടതോടെ കോൺഗ്രസിലെ നിയുക്ത മുഖ്യമന്ത്രി ചർച്ചകൾ ഊർജിതമാവുകയാണ്. മുഖ്യമന്ത്രി പദവിയിലേക്ക് മറ്റു കോൺഗ്രസ് നേതാക്കളെക്കാൾ കൂടുതൽ പിന്തുണ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. സർവേ ഫലം സതീശന് അനുകൂലമായതോടെ കോഴിക്കോട് നേതൃയോഗത്തിൽ സ്വീകരിച്ച നിലപാട് മുസ്ലിം ലീഗ് ആവർത്തിച്ചു. സതീശൻ മുഖ്യമന്ത്രിയാകട്ടെ എന്ന് സാദിഖ് അലി തങ്ങൾ. അതെ, അതങ്ങനെ തന്നെയാണല്ലോ. ആളുകൾ ആ രീതിയിൽ വിധി എഴുതുന്നു. ആളുകളുടെ അഭിപ്രായം അതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എക്സിറ്റ് പോളിൽ തന്നെയാണ് വന്നിട്ടുള്ളത് അല്ലേ? അതെ അതെ അതെ, ആളുകൾ ആ രീതിയിൽ വിധി എഴുതിയിട്ടുണ്ടാവും. UDFിലെ പ്രബല കക്ഷി VD സതീശന് പിന്തുണ നൽകുന്നതിൽ കോൺഗ്രസിനുള്ളിൽ അതൃപ്തിയുണ്ട്. മുഖ്യമന്ത്രി പദവിയിലേക്കുള്ള VD സതീശന്റെ യാത്രയ്ക്ക് തടയിടാൻ കോൺഗ്രസിലെ KC വേണുഗോപാൽ, K സുധാകരൻ ഗ്രൂപ്പുകൾ ഒന്നിച്ചതായി പ്രതിപക്ഷ നേതാവിന്റെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്ന വിമല ബിനു ന്യൂസ് മലയാളത്തോട് വെളിപ്പെടുത്തി. തനിക്കെതിരായ അപവാദ പ്രചരണം ഇതിന്റെ ഭാഗമെന്നും വിമല. KC വരണം എന്നുള്ള ക്യാമ്പയിൻ കൊണ്ടുവന്നത് KSഉം KSന്റെ ഈ എന്നെ ആക്രമിക്കുന്ന ടീമും കൂടെയാണ്. അവന്മാര് സ്ഥിരം VDക്കെതിരെ, പ്രതിപക്ഷ നേതാവിനെതിരെ സ്ഥിരം സമൂഹ മാധ്യമങ്ങളിൽ എഴുതുന്ന ഗുണ്ടകളാ ഇവന്മാരെല്ലാം. സൈബർ ആക്രമണം 2 ആഴ്ചയായിട്ട് എനിക്കെതിരെ ഉണ്ട്. ഞാൻ അതിനെതിരെ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അതേസമയം മുഖ്യമന്ത്രി ചർച്ചകൾ മാധ്യമ സൃഷ്ടിയാണെന്ന് ആരോപിച്ച KPCC അധ്യക്ഷൻ ഹൈക്കമാൻഡാണ് തീരുമാനമെടുക്കുന്നതെന്നും ലീഗിന്റെ ഉൾപ്പെടെ നിലപാട് കേൾക്കുമെന്നും അഭിപ്രായപ്പെട്ടു. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. എല്ലാ ഭാഗങ്ങളും കണക്കിലെടുത്തുകൊണ്ട് കോൺഗ്രസിലെ വിജയിച്ചു വരുന്ന MLA-മാരുടെ അഭിപ്രായം ഹൈക്കമാൻഡ് ആരായും ഹൈക്കമാൻഡാണ് അന്തിമമായിട്ടുള്ള തീരുമാനം പ്രഖ്യാപിക്കുന്നത്. എല്ലാ ജനങ്ങളുടെ അഭിപ്രായങ്ങളും കോൺഗ്രസ് നേതൃത്വം എല്ലാവരെയും ശക്തമായിട്ട് പരിഗണിക്കും. പരിശോധിച്ച് തന്നെ ഉചിതമായിട്ടുള്ള തീരുമാനം. എന്നാൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വിവാദങ്ങളോട് പ്രതികരിച്ചില്ല. ഈ വരുന്ന 4-ാം തീയതി UDFന്റെ ദിവസമായിരിക്കും. CPIM അധികാരത്തിന് പുറത്തേക്കുള്ള വഴിയിലാണ്. പ്രതിപക്ഷ നേതാവ് ആരായിരിക്കുമെന്ന് CPIMനോട് ആരും ചോദിക്കാത്തത് എന്തുകൊണ്ടാണെന്നും KC വേണുഗോപാൽ ചോദിച്ചു. 4-ാം തീയതി ഞങ്ങൾ വളരെ ശുഭപ്രതീക്ഷയോടെ നിൽക്കുകയാണ്. 4-ാം തീയതി UDFന്റെ ദിവസമായിരിക്കും. പ്രതിപക്ഷ നേതാവ് ആരാകും ചോദിക്കണം അവരോട്. അത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ചോദിക്കണം. ഈ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഭരിച്ച മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ നിന്നും പുറത്തേക്കുള്ള വഴിയിലാണ്. അപ്പോൾ ആരാണ് ഇനിയുള്ള കാലം അവരെ നിയമസഭയിൽ നയിക്കുന്നത്? അതാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ചോദ്യം. അത് നിങ്ങൾ ആരും ചോദിക്കുന്നില്ല. പാർട്ടിക്കുള്ളിൽ ചർച്ചകൾ നടക്കുന്നില്ലെന്ന് മുൻ UDF കൺവീനർ MM ഹസനും പ്രതികരിച്ചു. ലീഗിന്റെ നിലപാടിൽ ഹസൻ നീരസം പ്രകടിപ്പിച്ചു. അതൊരു ചർച്ചയേ ഇല്ല. ചർച്ച നടക്കുന്നത് മാധ്യമങ്ങളിലാണ്. അതൊക്കെ ലീഗുകാരോട് ചോദിക്കേണ്ട കാര്യം എന്നോട് ചോദിച്ചാൽ എനിക്കങ്ങനെ പറയാൻ പറ്റും. ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന വാർത്തകളെല്ലാം വിശ്വസിച്ച് പ്രതികരിക്കാൻ പോകുന്ന ആളുകളാണ് വിഡ്ഢികളായിത്തീരുന്നത്. അതേസമയം UDFിലെ നിയുക്ത മുഖ്യമന്ത്രി ചർച്ചയിൽ അഭിപ്രായം പറയേണ്ടതില്ലെന്നും നടക്കുന്നത് ജനാധിപത്യ വ്യവസ്ഥയോടുള്ള പരിഹാസമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് മുൻകൂട്ടി ഇങ്ങനെ ഒരു ചർച്ച നടത്തുക യഥാർത്ഥത്തിൽ നമ്മുടെ നാടിൻ്റെ ജനാധിപത്യ ബോധത്തെ പരിഹസിക്കുന്നതാണ്. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം ആരാണ് നേതാവ് എന്നുള്ളത് തീരുമാനിക്കും. ആരാണ് മുഖ്യമന്ത്രി അല്ലെങ്കിൽ മന്ത്രിമാർ എന്നൊക്കെയുള്ള തീരുമാനം അതിനുശേഷം എടുക്കേണ്ടുന്ന ഒരു കാര്യമാണ്. കോൺഗ്രസിൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ ഇന്നും VD സതീശനെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. മൂവാറ്റുപുഴയിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററുകളിൽ VD സതീശന്റെ മുഖ്യമന്ത്രി മോഹം വിലപ്പോകില്ലെന്ന് വ്യക്തമാക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫാമിലിയുടെ പേരിലാണ് പോസ്റ്ററുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.